വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ മാതാവ് ഷമിയുടെ മൊഴിയെടുത്തു. തലയടിച്ചു വീണെന്നാണ് ഷമി മൊഴിയിൽ ആവർത്തിക്കുന്നത്. പിതാവ് അബ്ദുൾ റഹീമിനോട് മൊഴി നൽകാൻ ഇന്ന് ഹാജരാകാൻ വെഞ്ഞാറമൂട് പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലെന്നും നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും പോലീസ് നടത്തിയ വിവരശേഖരണത്തിൽ റഹീം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, അഫാന്റെ ഉമ്മ ഷമിയുടെ മൊഴിയെടുത്തിരിക്കുകയാണ്. തലയടിച്ചു വീണതാണെന്ന് ആവർത്തിക്കുകയായിരുന്നു ഷമി. ഇന്നലെ രാത്രിയാണ് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിക്കൊണ്ട് ഷമിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഷമിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടായി, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിച്ചതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ഷമിയുടെ മൊഴിയെടുക്കുന്നത്. മൊഴിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഷമി പറയുന്നത് ബന്ധുക്കളോടും പോലീസിനോട് ആദ്യഘട്ടത്തിലും പറഞ്ഞ രീതിയിൽ തന്നെ കട്ടിലിൽ നിന്ന് വീണ് തലയടിച്ച് വീഴുകയായിരുന്നു എന്നത് ആവർത്തിക്കുകയാണ് ഷമി. ഈ കുടുംബത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ചോ മറ്റു കൊലപാതകങ്ങളെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിട്ടില്ല. അത്തരം വിവരങ്ങൾ അറിയിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലോ ശാരീരികാവസ്ഥയിലോ അല്ല ഷമി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അജ്ഞതയായിരിക്കാം ഷമി ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഏതായാലും മജിസ്ട്രേറ്റിനെ എത്തിച്ച് മൊഴിയെടുക്കുകയായിരുന്നു പോലീസ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇന്നലെ നാട്ടിലെത്തിയ റഹീമിൽ നിന്ന് ആദ്യഘട്ട വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു എന്നുള്ളതാണ്. ഇന്നലെ എത്തിയതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാനൊന്നും റഹീം തയ്യാറായില്ലെങ്കിലും പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി പ്രാഥമികമായ ചില വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയുണ്ടായി. അതിൽ റഹീം ഏറ്റവും പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി കടുത്ത കടബാധ്യതയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഒളിവിലായിരുന്നതിനാൽ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ അടുത്ത നാളുകളിൽ കുടുംബത്ത് നടന്ന അല്ലെങ്കിൽ നാട്ടിൽ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊന്നും തനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ അഫാൻ പറഞ്ഞ അത്രയും വലിയ കടബാധ്യത കുടുംബത്തിന് ഉള്ളതായി തനിക്ക് അറിയില്ല എന്ന് റഹീം ആവർത്തിക്കുന്നുണ്ട്. വിദേശത്തെ വലിയ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ അറിയുവാനോ അല്ലെങ്കിൽ അഫാൻ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം താൻ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പ്രാഥമികമായി റഹീം പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴിയെടുക്കേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഇതിൽ മൊഴി നൽകാൻ റഹീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ റഹീം ഉച്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അഫാനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വിവിധ ഇടങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എത്രത്തോളം ആഴത്തിലുള്ളതാണ് കേസിലാണ് പ്രതി അഫാന്റെ അമ്മ ഷമിയുടെ മൊഴിയെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിതാവ് അബ്ദുൾ റഹീമിനോട് ഇന്ന് വീണ്ടും മൊഴി നൽകാൻ എത്താനായി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.